ഹായ്. ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിനൻ്റ് ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്യുന്ന ഫോക്കസ് 60, അതായത് CMA ഇൻ്റർമീഡിയറ്റുകാരുടെ ഒരു റിവിഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഈ ഫോക്കസ് 60 ഹാൻഡിൽ ചെയ്യുന്ന 3 മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ മെൻറ്റേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത്, ഇവർ 3 പേരും CMA ക്വാളിഫൈഡ് ആണ്. അതും നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഇവർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ CMA നജാ മൊയ്തീൻ, CMA മുക്താർ, CMA ജുംന ഷെറിൻ. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം, നമ്മുടെ ഈ ഫോക്കസ് 60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അത് എത്രത്തോളമാണ് കുട്ടികൾക്ക് എഫക്റ്റീവായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നജ, നമ്മൾ എങ്ങനെയാണ് ഇപ്രാവശ്യം ഈ ഫോക്കസ് 60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ക്യാമ്പിൽ 2 types ഓഫ് സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഹോസ്റ്റലേഴ്സ് ആൻഡ് ഓൾസോ അതേപോലെ തന്നെ ഡേ സ്കോളേഴ്സ് ഉണ്ട്. ഹോസ്റ്റലേഴ്സിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 8 o'clock ടു നൈറ്റ് 10 o'clock വരെയാണ്. ഡേ സ്കോളേഴ്സിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 8 ടു നൈറ്റ് 8 വരെയാണ് വരുന്നത്. ഇനി സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് CA ഷമീം സാർ, അതേപോലെ കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുന്നത് CA ജോയൽ സാർ. നമ്മൾ ഓരോ സബ്ജക്റ്റിനും പർട്ടിക്കുലർ ഡേയ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് ടാക്സേഷൻ എന്നുള്ള സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഫ്യൂ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക. ബേസിക് കൺസെപ്റ്റ്, എക്സംഷൻസ്, ഹൗസ് പ്രോപ്പർട്ടി, ക്ലബിംഗ് എന്നുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എക്സാം നെക്സ്റ്റ് ഡേ നമ്മൾ ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിൽ നമ്മുടെ മോട്ടീവ് എന്നുള്ളത് ഓരോ സ്റ്റുഡൻസും അവരുടെ എക്സാം എങ്ങനെയാണ് എഴുതുന്നത്, അവർ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ അതിലുള്ള എറേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ സ്റ്റുഡൻസിലും മിനിമം 60% മാർക്സ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുമ്പോൾ സ്റ്റുഡൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും 30%, 60% പോർഷൻ കവർ ചെയ്യുന്നതോടുകൂടി നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തിയറി പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ലോക്ക് നമുക്ക് ഷാഹിൻ ബക്കർ സാറും, പിന്നെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിന് യാസിർ സാറാണ്. ഇവിടെ നിന്നൊക്കെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും പിന്നെ നമ്മുടെ ഐഡിയാസും കൂടിയാണ് നമ്മൾ ഓരോന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൃത്യമായ ഷെഡ്യൂൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഫുൾ എക്സാംസും പ്രാക്ടിക്കൽ സെഷൻസും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ ഫോക്കസ് 60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരു എക്സാം എഴുതുന്ന ഒരു കുട്ടീൻ്റെ വ്യൂ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ പോകുന്നത്? മെയിൻലി നമുക്ക് ആ സ്റ്റുഡൻറ്റിനുള്ള എക്സാം ഫിയർ. ഇപ്പോൾ പല കുട്ടികൾക്കും കുറേ പഠിച്ചേക്കും, പക്ഷേ അത് എക്സാം എഴുതണമല്ലോ, എക്സാം വരുന്നുണ്ടല്ലോ, ആ ഒരു ഫിയർ, ആ പേടി ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ആ എക്സാമിനോടുള്ള ഫിയർ മാറ്റാൻ കഴിയും. രണ്ടാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ്. അതായത് ഇപ്പോൾ പല കുട്ടികളും എക്സാം കഴിഞ്ഞ ശേഷം പറയാം, എനിക്ക് ആ ഉത്തരം അറിയായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ 3 മണിക്കൂറാണ് നമ്മൾ എക്സാം ടൈം, അപ്പോൾ ആ കൃത്യമായിട്ട് ആ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങനെ എക്സാം ഓരോ ക്വസ്റ്റ്യൻ എത്ര ടൈം വീതം വെച്ച് അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് ആയ സ്കില്ല് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അപ്പോൾ നമ്മൾ കൂടുതൽ കുറേ എക്സാമുകൾ നടത്തുന്നുണ്ട്, ഡെയിലി എക്സാം നടത്തുന്നത്, ഫുൾ ടെസ്റ്റുകൾ. അപ്പോൾ ഇതിലൂടെയൊക്കെ കുട്ടിൻ്റെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫോക്കസ് 60 പ്രോഗ്രാമിലൂടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർച്ച് 25-ാം തീയതി ഈ പ്രോഗ്രാമിനകത്ത് മീറ്റ് ചെയ്യാം. സീ യു സൂൺ.